ഹലോ ഗായ്സേ, നമസ്കാരം കേട്ടോ. അപ്പൊ നമ്മിന്നേ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ ഇന്ന് 12 മണിക്കൊരു സർപ്രൈസ് കൊടുക്കാന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കോട്ടെ ഈ വീഡിയോ ഉള്ളത്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് കേക്ക് കട്ടിൽ വന്നേക്കണേണ്. ഇവിടെ നിന്ന് പിന്നെ ഈ കേക്ക് മേടിച്ചിട്ട് ഇത് നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാനായിട്ടാണ് പ്ലാൻ. അത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാലോ. അങ്ങനെ കേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ കമ്പനിക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് നമ്മ നേരെ പള്ളിയിലോട്ടാണ് പോയത്. പള്ളിയിൽ നമുക്ക് കുറച്ച് ബലൂൺ തരാമെന്ന് പറഞ്ഞ അച്ഛൻ അവിടെ ഇരുന്ന് വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തിട്ട് നമ്മ വീട്ടിൽ കൊണ്ട് വെച്ച് അതിന് ശേഷം നമ്മ ഇങ്ങോട്ട് ഇറങ്ങി നമ്മുടെ സ്റ്റേഷനറി കടയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെ തൂക്കിയിടാനും പിന്നെ ലൈറ്റ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മ ഉണ്ടല്ല നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ വന്ന് നിൽക്കണേണ്. ഇവിടെ നമ്മളെ വീട്ടിലത്തേക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കമ്പനിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കേക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മയായിട്ടാണെങ്കിൽ തല്ലു പിടിച്ചിട്ടൊക്കെ ഇരിക്കണേണ്. അപ്പം ഒരു കാരണം വെച്ചാലും പുള്ളിക്കാരത്തേക്കൊന്നും മനസ്സിലാവൂല. ഞാൻ വേറെ കമ്പനിക്കാരൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണ്. ഇപ്പൊ രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ അപ്പനും അമ്മയൊക്കെ കിടന്നുറങ്ങി. ഞാൻ നമ്മുടെ കമ്പനിക്കാരൻ്റെ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങുമെന്നാണ് പറഞ്ഞത്. അവർ രണ്ടാളും കിടന്നുറങ്ങിയിട്ടുണ്ട്. നമ്മ ഇനി ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നാണ് പ്ലാൻ. വീട്ടിലാണ് ഈ പെയിന്റിങ്ങിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണോണ്ടേ വീട്ടിലത്തെ സാധനങ്ങളെല്ലാം അലമ്പാക്കിയിട്ട് പൊക്കത്തി കൊണ്ടുവന്നിട്ടേക്കനാണ്. അപ്പോൾ അതൊക്കെ എല്ലാം ഇനി എടുത്ത് മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അനക്കാണ്ട് പയ്യെ പയ്യെ ശബ്ദം ഉണ്ടാക്കാണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണേണ്. നമ്മ കൊണ്ടുവന്ന ബലൂണൊക്കെ തൂക്കാനായിട്ട് നമ്മിപ്പോൾ കയറ് വലിച്ച് കെട്ടണേണ്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളും ലൈറ്റ്സൊക്കെ അതിനകത്ത് തൂക്കിയിടാല. അങ്ങനത്തെ ഒരു പ്ലാനിൽ നമ്മ കയറ് വലിച്ചങ്ങാട് അപ്പുറത്തെ കമ്പിയിലോട്ടൊക്കെ കെട്ടി സെറ്റ് ചെയ്യാനാണ്. നമ്മ കയറ് വലിച്ച് കെട്ടാനായിട്ടേ കുറ്റിയില്ലാത്ത കാരണം ഒരു കട്ട എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് പോണത്. അപ്പോൾ അതായിട്ട് അവന്മാർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി വീടിൻ്റെ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ കയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ സംഭവങ്ങളൊക്കെ കെട്ടി തൂക്കിടാനായിട്ടുള്ള പരിപാടിയാണ്. മേടിച്ച സംഭവങ്ങളൊക്കെ ബലൂണും പിന്നെ അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ. നമ്മുടെ മാസ്റ്റർ ബുദ്ധി അജുവാണേ. പുള്ളിക്കാരൻ പറയണ പോലെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണത്. ഇതാ പുള്ളിയെ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് ഒരു ഫ്രെയിമും ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ റിയാക്ഷൻ എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് നോക്കി നോക്കാം. പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ദേ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ആ ഒരു ലുക്ക് വന്നത്. ഈ കാണുന്നതാണ്ട ഇത് നമ്മുടെ കൂട്ടുകാരന്മാരുടെയും എല്ലാവരുടെയും ഒരു 2-3 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് ട്ടാ. ഇവിടെ ഈ കാണിച്ചേക്കണ ഈ കർട്ടൻ കണ്ട ഇത് ഇവിടെ അടിയിൽ പണി നടക്കണ സമയത്തെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇട്ടേച്ചാണ്. അതും വെച്ചൊക്കെ നമ്മ ഒരു ഐഡിയയിൽ ഇത് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെയൊന്നും നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മ ഇതിൻ്റെ പൊക്കത്ത് വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പതിയെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഇതിനും കിട്ടില്ലാനായിട്ടാണ് സംഭവം പരിപാടിയൊക്കെ ചെയ്തത്. പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ദീപങ്ങളൊക്കെ കത്തിച്ചിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം അത് കടകളും തുറന്നിട്ടുണ്ടായില്ലേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അടിപൊളിയായിരുന്നു. ബെല്ലൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം നിൽക്കണ്. ആള് വന്നിട്ടെന്ന് തോന്നണ്. അപ്പനാണ് അമ്മയാണോ എന്നെന്ന് അറിയാൻ പാടില്ല കേട്ടോ. നമ്മൾ നോക്കി ഇങ്ങനെ നിൽക്കണേണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി.
ഒരു സംഭവം ഉണ്ട്. അപ്പൻ ഫോൺ എടുത്തിട്ട് എടുക്കണ്ട, ഫോൺ വിളിച്ചിട്ട് എടുക്കണ്ടായിരുന്നില്ല, ബെല്ലടിച്ചിട്ട് എഴുന്നേറ്റില്ല. അപ്പനാണെങ്കിൽ കൊടുക്ക തുറക്കപ്പിച്ചാണ്ടാ, പുള്ളി എഴുന്നേക്കണ്ടായിരുന്നില്ല. ക്യാമറ കണ്ടപ്പത്തിനും ചാടി എഴുന്നേറ്റി ഡ്രസ്സൊക്കെ മാറി നേരെ വന്ന്. നമ്മുടെ ഈ എൻട്രൻസ് കണ്ട ഇവിടെയിട്ട് നമ്മ കഴിഞ്ഞ പ്രാവശ്യം 2 സൈഡിലും പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് കിട്ടില്ലായിരുന്നു. പിന്നെ മറ്റേ മൊത്തം ദീപങ്ങളൊക്കെ ആയിരുന്നു അവിടെ സെൻസൈഡല്ല ഇരിക്കണ പാരപ്പറ്റിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. പ്രാവശ്യം അത് കിട്ടിയില്ല. എങ്കിലും അമ്മ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുറത്തോട്ട് പോയത്. അപ്പോൾ അമ്മക്കാണെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നില്ല, ധാരണ ഉണ്ടായിരുന്നില്ല നമ്മ ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മുഖത്ത് നമുക്ക് ആ ഒരു സന്തോഷം കാണാൻ പറ്റി. അപ്പനായിരുന്നു കൊടുക്കത്തെ ഹാപ്പിയാണ് കേട്ടോ. കാരണം 2 പേർക്ക് അറിയാൻ പാടുണ്ടായിരുന്നില്ല. സാധാരണ അപ്പനോട് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ്. പ്രാവശ്യം പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം കണ്ട പുള്ളിയുടെ ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റിയിട്ടാ. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ പാട്ടൊക്കെ ഇട്ടിട്ട് ആണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ. പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ സംഭവം കിട്ടി. അത് നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ വേറെ പാട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ഇടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ശോകം പാട്ടൊക്കെയാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. അപ്പോൾ വിചാരിച്ച് ജസ്റ്റ് വർത്താനം പറഞ്ഞ് തന്നെ വീഡിയോ ഉണ്ടാക്കുക, പാട്ടൊക്കെ ഇടണ്ടെന്ന് വിചാരിച്ച്. നമുക്കാണെങ്കിൽ അതിനെപ്പറ്റി വേറെ ഐഡിയയും ഇല്ലേ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുമ്പോട്ടങ്ങാ പോയി. വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ്. കുറച്ച് നേരം മുമ്പ് നോക്കിയപ്പോഴാണ് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ റിമൂവ് ആക്കിയേക്കണത് ഞാൻ കണ്ടത്. അപ്പം പിന്നെയും ഇരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനേട്ടാ. പിന്നെ നമ്മുടെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ശോകമാണെന്ന് അറിയാട്ടാ. അത് നിങ്ങൾ മൈൻഡ് ആക്കണട്ടാ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഫോണാണ്. പിന്നെ ഇരുട്ടത്തും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കമ്പനിക്കാരന്മാരുടെ ഫ്ലാഷൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ എടുക്കണത്. വേറെ കമ്പനിക്കാരന്മാരോട് ചോദിച്ചിട്ടൊന്നും ഫോണും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കുള്ളത് വെച്ച് തന്നെ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്ത്. പിന്നെ കണ്ട നമ്മുടെ കമ്പനിക്കാരന്മാരെല്ലാവരും കിട്ടില്ല ഹാപ്പി ആയിരുന്നു. കാരണം എന്താ പറയുക, വേറൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. കാരണം കാരണം ഒരാൾ സന്തോഷിക്കുമ്പോൾ കണ്ട അത് വേറൊരു ഫീലാണ് മച്ചാനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിക്കാരൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങാട് മൊത്തം ഡാൻസ് പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നട്ടാ. അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഒപ്പമൊക്കെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ കണ്ട വേറൊരു മൂഡാണ് മച്ചാനെ കിട്ടണ. എന്താണ് പറയുക, അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ അത് മതിയല്ല നമുക്ക്. പിന്നെ എനിക്ക് ആകെ ബാഡടിച്ചത് ആ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ ഒരു പണിയാണ് കേട്ടോ. യൂട്യൂബിൽ ആ ഒരു വീഡിയോ ഞാൻ പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് വെച്ചത് അത് മര്യാദക്ക് ഇടാൻ പറ്റിയില്ല എന്നുള്ളൊരു ബാഡ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എനിക്ക് ഓക്കെയാണ്. എല്ലാം ഇതിനകത്തുള്ള എല്ലാ സംഭവം എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമായി. പിന്നെ പിന്നെ ഒന്നും പറയാനില്ല കേട്ടാ ടീംസേ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പിയാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പൊ 5 മണിയായി, ഞങ്ങൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇതിലും പരിപാടിയായിരുന്നു. പിന്നെ അമ്മക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു അവിടെ നോക്കി പറ. ഇവിടെ എല്ലാം വളരെ യാദൃശികമായിരുന്നില്ല എല്ലാം. അതെ യാദൃശികമായൊരു. അപ്പൊ ശരി, എന്നാ അടുത്ത വീഡിയോ കാണാം. ബൈ.